നമ്മുടെ ഈ എസ് കെൻ്റെ ജനകീയ യാത്ര, ലഹരിക്കെതിരായ ജനകീയ യാത്ര, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹകരണ പ്രസ്ഥാനമാണ് ദിനേശ് ബീഡി. ദിനേശ് ബീഡിയുടെ ദിനേശ് ബാബുവേട്ടൻ, ചെയർമാൻ ദിനേശ് ബാബുവേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു 2 വാക്ക് സംസാരിക്കാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് എസ് കെനെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹം ഇതുവഴി പോകുന്ന സമയത്ത് യാത്ര ഇവിടെയാണ് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. എസ് കെൻ ഇപ്പോൾ വരും എന്ന സ്വാഗതം ചെയ്താലോ. നമസ്കാരം. അദ്ദേഹം നമ്മുടെ ഒരു അഭ്യുദയംശയാണ്, മാത്രമല്ല ഒരു ദീർഘകാല സഹകാരിയാണ്, അല്ലേ? സഹകാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് ഈ ഒരു സംരംഭത്തിനെ കുറിച്ച്. ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇതുവഴി കടന്നുപോയത്. അപ്പോഴാണ് ഇവിടെ 24-ൻ്റെ ഒരു പരിപാടി അപ്രതീക്ഷിതമായി എന്നെ വിളിക്കുകയും ചെയ്തു. എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ കേരള ദിനേശ് ബീഡിയുടെ ചെയർമാനാണ്. ലഹരിക്കെതിരെ ബീഡി എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, എന്ന് പറഞ്ഞാൽ ബീഡി വലിക്കാനാണ് ഇനി പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബീഡി വലിച്ചിട്ട് ഇതുവരെ ആരെയും കൊന്നിട്ടില്ല, അല്ലേ? ബീഡി വലിച്ചിട്ട് ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മദ്യപാന്മാരെയാണ്. പക്ഷേ മദ്യപാന്മാരും മദ്യപിച്ചിട്ട് ആരെയും കൊന്നിട്ടില്ല. പക്ഷേ ഇന്ന് MDMA പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കൊല്ലുന്നു, മുതിർന്നവരെ കൊല്ലുന്നു. ഒരാൾ 5 or 6 ആളെ കൊല്ലുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പിന്നെ ദിനേശ് ബീഡി വലിക്കേണ്ട ആവശ്യമില്ലേ? ദിനേശ് ബീഡി വലിക്കേണ്ടത് ആവശ്യമാണ്, നിർബന്ധമാണ്. ദിനേശ് ബീഡി വലിക്കണം. ദിനേശ് ബീഡി ആണുങ്ങൾ മാത്രം വലിച്ചാൽ പോരാ, സ്ത്രീകളും വലിക്കണം. നമുക്ക് ഈ ലഹരിക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നായിട്ട് നമ്മുടെ ദിനേശ് ബീഡിയെ കാണണം നമ്മൾ. അതൊരു മാർക്കറ്റിംഗ് ആണ്. ആവട്ടെ, ആണത് ശരിയാണ്. എനിക്ക് എൻ്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കും, എന്തായാലും മാർക്കറ്റ് ചെയ്യേണ്ടതില്ലേ? പക്ഷേ ഞാനും പറയുന്നത് ബീഡി വലിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബീഡി വലി പുകയില നിരോധനം ഏർപ്പെടുത്തിയത് കൊണ്ട് ബീഡി ഞങ്ങളിങ്ങനെ കുറച്ചായിട്ട് ഒഴിവാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ എന്നാലും 2.5 കോടിയുടെ ബീഡി ഒരു മാസം ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, 2.5 കോടി രൂപയുടെ ബീഡി. ആ ദിനേശ് മാറി പുതിയ വൈവിധ്യവൽക്കരണങ്ങളിലേക്ക് മാറി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ദിനേശിൻ്റെ തേങ്ങാപ്പാലുകൾ, അതുപോലെ തന്നെ കറി പൗഡറുകൾ, അഗ്മാർക്ക് കറി പൗഡറുകൾ, നല്ല ഷർട്ടുകൾ. IT മേഖലയിൽ ഞങ്ങളൊരു വലിയ കുതിപ്പ്, ഏതായാലും നമുക്കൊരു ചാൻസ് കിട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി. അപ്പോൾ ആ IT മേഖലയുടെ കുതിപ്പുമായിട്ടാണ് ഞാനിങ്ങനെ പുൽപ്പള്ളിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട് ഈ പാലക്കാടേക്ക് പോകുന്നത്. പറഞ്ഞാൽ നമുക്കറിയാം വന്യജീവി മനുഷ്യ സംഘർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ചാനലുകാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നൊരു വിഷയമാണതല്ലേ. ആന ചവിട്ടിക്കൊന്നു, പുലി കടിച്ചു കൊന്നു എന്ന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നവരാണ് നമ്മുടെ ചാനലുകാർ. ചാനലുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടി വക നമ്മൾ കൊടുക്കില്ല എന്നുള്ളതാണ് കേരള ദിനേശ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആനകൾ പുറത്തിറങ്ങുമ്പോൾ, പുലികൾ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് അലേർട്ട് കൊടുക്കുന്നൊരു പുതിയ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ ജോയിൻ്റ് ഇൻസ്പെക്ഷനാണ് നമ്മളും CMD നടത്താൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഏതായാലും ലഹരിക്കെതിരെ മാത്രമല്ല അക്രമത്തിനെതിരെയും 24 ചാനൽ ഇന്ന് കേരളത്തിലാകമാനം, അപ്പോൾ 17, 18 തീയതിയിൽ കണ്ണൂരിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് അവിടെ സ്വീകരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ എനിക്കൊരു ചാൻസ് കിട്ടിയത്. ഏതായാലും കണ്ണൂരിൽ ആ പരിപാടി വളരെ ഗംഭീരമാക്കാൻ ഞങ്ങൾ ഇവരുടെ കൂടെ ഒന്നിച്ചായി നിൽക്കും. ദിനേശ് ബീഡി തൊഴിലാളികളെല്ലാം നിൽക്കും. ഞങ്ങൾക്ക് ഒരുപാട് തൊഴിലാളികളുണ്ട്, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാ സഹായം കൊണ്ട് നമ്മൾ ഈ 24 ചാനലിൻ്റെ ഈ പ്രോഗ്രാം ഏറ്റവും നല്ല പ്രോഗ്രാമാക്കി ചലിക്കാൻ തോന്നി. പാലക്കാടേക്കാളും നല്ല പ്രോഗ്രാമാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം കണ്ണൂരിൽ. ആ രീതിയിൽ കണ്ണൂർ ദിനേശ് ബീഡി ഇത് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു സമരം, ദിനേശിൻ്റെ സമരം. ദിനേശ് ബീഡി ഉണ്ടാക്കുന്ന സ്ഥാപനം ലഹരിക്കെതിരെയുള്ള സമരത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരള ദിനേശിന് ഇവരുടെ എല്ലാ സപ്പോർട്ടുകളുണ്ട്. ഞങ്ങൾ ചെറിയ ബന്ധങ്ങളുണ്ട്, ഈ ചെറിയ പരസ്യങ്ങളുമായി വന്ന ചെറിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഏതായാലും ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തരികയാണ്. എല്ലാവരുടെ കുട്ടികളോടും പറയുക, ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, മദ്യം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, പുകവലിക്കാനും വേണ്ടി പാടില്ല. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് വേറൊരു പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഒഴിവാക്കി
ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു പുതുദിനം നമുക്കുണ്ടാക്കണം. വരും തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ തലമുറ ഒരു കാരണവശാലും നശിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കണം നമ്മളെല്ലാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ 24ൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരള ദിനേശിൻ്റെ പേരിൽ, അവിടുത്തെ തൊഴിലാളികളുടെ പേരിൽ, അവരുടെ ജീവനക്കാരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. എന്തായാലും വളരെ നല്ല വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. വീടി വലിക്കരുത് കേട്ടോ. ആദ്യം രാവിലെ നിയമപരമായുള്ള മുന്നറിയിപ്പ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഈ നഗരത്തിന് ഇത് എന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. പുകവലി പാടില്ല, ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകും. ദിനേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനി ഷർട്ട് ഉണ്ടാക്കിക്കോട്ടെ. AI രംഗത്ത് ഒരുപാട് ഉന്നമനങ്ങളുണ്ട്. പക്ഷെ പുകവലി വേണ്ട, പുകവലി പാടില്ല, പാടില്ല, പാടില്ല. അവസാനിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട SKN വേദിയിലേക്ക് വരികയാണ്. SKNൊപ്പം മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ്ബ് അംഗങ്ങൾ കൂടിയുണ്ട്. അവർ SKN പിന്തുണ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി, നെല്ലിപ്പുഴയിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയുടെ എത്തിയതാണ്. അവരെ കൂടി നമ്മൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു കയ്യടി കൊടുക്കാം. കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. ഈ 4 പതിറ്റാണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിലെ പോലും പല കാര്യങ്ങളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതും ഒരു വ്യക്തിപരമായ ആഘോഷമല്ല, കേരളത്തെ ലഹരിമുക്തമാക്കുക എന്ന വലിയൊരു ദൗത്യം. ഒരു നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മൂവ് എന്ന സംഘടനയുടെ പ്രതിനിധികളെ കൂടി നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. പുരുഷോത്തമൻ സാറ് ഇതാ SKനെ സ്വീകരിക്കാനൊക്കെ ആയി ആ മൂവിന്റെ പ്രതിനിധികൾ ഇങ്ങോട്ട് വരികയാണ്. അവർ കൂടി ഒരു കയ്യടി നൽകാം നമുക്ക്. സൈക്കിൾ ക്ലബ് അംഗങ്ങൾ മണ്ണാർക്കാടിന്റെ ആദരം SKന് നൽകുകയാണ്. മൂവ് എന്ന സംഘടനയുടെ പ്രതിനിധികൾ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊരു പുരസ്കാരം പ്രിയപ്പെട്ട SKന് നൽകുകയാണ്. മൊമെന്റോ. തീർച്ചയായും നമ്മുടെ പുരുഷോത്തമൻ ചേട്ടൻ നമുക്കൊക്കെ വേണ്ടി ഒരുപാട് വലിയ പിന്തുണയാണ് മൂവെന്ന സംഘടന നൽകിയത്. പുരുഷോത്തമൻ ചേട്ടനും മൂവെന്ന സംഘടനയും നൽകിയത് വലിയ പിന്തുണയാണ്. മൂവിന്റെ 12ാം തീയതി പ്രോഗ്രാം. അതെ, മൂവിന്റെ 12ാം തീയതി പ്രോഗ്രാം അത് അദ്ദേഹത്തിന് നമ്മൾ ക്ഷണിക്കുകയാണ് അത് പറയാൻ വേണ്ടി. അദ്ദേഹം സംസാരിക്കും. മൂവിനെ 12ാം തീയതി നമ്മൾ പറ്റുമായിരുന്ന ഇവിടെ വന്നതിന്. അപ്പം നമ്മുടെ യാത്രയിൽ ചെറിയ മാറ്റം വന്നു. അപ്പോൾ 12ാം തീയതി വലിയൊരു മനുഷ്യ ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞു മൂവ്. അപ്പോൾ കുടുംബമതിലല്ലേ. അപ്പോൾ ആ കുടുംബ മതിലിന് എല്ലാവിധമായ ആശംസകളും. ശ്രീ പുരുഷോത്തമന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ആൾക്കാരുടെ പിന്നിലുണ്ടെന്ന് അറിയുന്നു. താങ്ക് യു. നിങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മണ്ണാർക്കാടിൻ്റെ പൊതുസമൂഹത്തോട് മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ SKN ഇവിടെ വന്ന് ഈ സംരംഭത്തെ പ്രോത്സാഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മൂവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 12ാം തീയതി നമുക്ക് ഈ ലഹരിക്ക് എതിരായി അമ്മയെ കൊല്ലുന്ന, മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മയെ വളരെ നിഷ്ഠൂരമായി കൊല്ലുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൻ്റെ തിന്മയ്ക്കെതിരെ ഇവിടെ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഇദ്ദേഹത്തോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. 12ാം തീയതി എല്ലാവരും കുട്ടികളുമായിട്ട് കുടുംബമായിട്ട് ഈ മതിൽ പങ്കുചേരണം. ഇതൊരു നല്ല വിജയമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും നമുക്ക് ആവേശം പകർന്ന, പ്രത്യേകിച്ച് ലഹരിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ക്യാമ്പയിന് പിന്തുണ പറയുക, അല്ലെങ്കിൽ ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രചരണം മൂവിൻ്റെയും മണ്ണാർക്കാട് പൊതുസമൂഹത്തിൻ്റെയും ഈ പ്രചരണം വലിയ തോതിൽ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉണർത്തുപാട്ടുമായിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ SKN ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. മണ്ണാർക്കാട് പൗരാവലിയുടെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു. ഒരാളെ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ മാധ്യമ പ്രവർത്തന രീതിയിലൊന്ന് പറയട്ടെ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോയിൽ വാർത്ത വായിച്ചിരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ കേരളം മൊത്തം സഞ്ചരിക്കുന്നത് ഈ നാടിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണാർക്കാടുകാരുടെ നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും നൽകുന്നു. നന്ദി.
നമ്മുടെ ദിനേശ് ബാബു സാർ ഇവിടെ വന്ന് നേരത്തെ അതെ സംസാരിച്ചു. അതെ ദിനേശ് ബാബു സാറിനെ ഒരിക്കൽ കൂടി സാറിന്റെ മുന്നിലേക്ക് ഒന്ന് ക്ഷണിക്കാം. സാറിനോടൊപ്പം ദിനേശ് ബാബു സാറിനെ ഒന്നുകൂടി, നേരത്തെ നിങ്ങളോട് ബീഡി വലിക്കാനൊക്കെ പറഞ്ഞു, അതിന് ശേഷം ഏറ്റവും അവസാനം പറഞ്ഞു അത് വലിക്കരുത് വലിക്കരുത് എന്ന് പറഞ്ഞു. ബീഡി വലിക്കാൻ പറഞ്ഞു നേരത്തെ. പക്ഷേ അത് ദിനേശ് ബീഡിക്ക് വിളിച്ചാൽ പിന്നെ ദിനേശ് ബീഡി വലിക്കാനല്ലേ പറയൂ. തീർച്ചയായും. ഓക്കെ ബീഡി വലിച്ചാരും മരിച്ചിട്ടില്ലല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. ഇനി സേവ് മണ്ണാർക്കാട് എന്ന സംഘടനയുടെ ആദരം SKന് നൽകുകയാണ്. അവരൊരു മൊമെന്റോ കരുതിയിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ കടയൊക്കെ നന്നായിട്ട് പോട്ടെ. വീണ്ടും പോയി അവിടെ കട വരെ ഉത്തരവിക്കാനായിട്ട്. സേവ് മണ്ണാർക്കാടിന്റെ ചെയർമാന് ഒരു 2 വാക്ക് സംസാരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ മാധ്യമ പ്രവർത്തന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കി പ്രിയപ്പെട്ട SKN ഇന്ന് മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും കേരളത്തിൻ്റെ പല ടൗണുകളിലും അദ്ദേഹം പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ മണ്ണാർക്കാട്ടുകാർക്ക് ഈ ഒരു സമയത്ത് കിട്ടിയതിൽ. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബ്ലഡ് ഡോണേഴ്സ് ഫോറം, നമ്മൾ ഒരു ബ്ലഡ് ഡോണേഴ്സ് ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് സേവ് മണ്ണാർക്കാടിൻ്റെ കീഴിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നമ്മളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇനി ആരും രക്തം ആവശ്യമുള്ളവർ ഇവിടെ വലയാൻ പാടില്ല. അപ്പോൾ സാറിന് ഒരു ഉപഹാരം നൽകുകയാണ്. അസ്ലം അച്ചു, അത് പേരറിയാം, നമ്മുടെ സ്വന്തം അസ്ലം അച്ചു ചേട്ടൻ. റെക്കോർഡ് ഹോൾഡറാണ്. 52 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 52 തവണ ബ്ലഡ് കൊടുത്ത ആളാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് കൊടുത്തതിന് നമ്മുടെ ഹമീദ് ഒന്ന് വരുമോ? ഹമീദ് ഉച്ചയ്ക്ക് പറഞ്ഞു SKNന്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടെന്ന്. ആ ഫോട്ടോയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ കാണുക. ഓക്കെ, ആ ഫോട്ടോ. അതെ ഞാനിവിടെ നോക്കാം എന്നെ പോലെ നല്ല ഭംഗിയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ തന്നെ സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. ഇനി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മണ്ണാർക്കാട്ടെ പ്രതിനിധികൾ, നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് അവർ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു. അവർക്ക് സാറിനെ SKനെ ആദരിക്കുകയാണ്. സന്തോഷം. വേദിയിലും സദസ്സിലുമുള്ളവരോട് സന്തോഷം പങ്കിടുകയാണ്. 12-ാം തീയതിയാണ് മനുഷ്യ കുടുംബ സ്നേഹ മതിൽ മണ്ണാർക്കാട് നടക്കുന്നത്. ഞങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മൂവിനോടൊപ്പം അതിൽ പങ്കാളിത്തമുണ്ട്. എല്ലാവരും പരിപാടിക്ക് പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ SKനെ നമ്മൾ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രായത്തിലും വളരെ ചുറുചുറുക്കോടു കൂടി നമ്മുടെ ചാനലുകളിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാറിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. തീർച്ചയായും നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്കിനി ഇതിന് ശേഷം നമുക്ക് സ്വീകരണങ്ങളും അല്ലെങ്കിൽ ആദരവും ഒക്കെ ആവാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട SKന്റെ വാക്കുകൾക്കായിട്ടാണ്. നമുക്ക് ക്ഷണിക്കാം ദ വൺ ആൻഡ് ഓൺലി SKN സംസാരിക്കും അദ്ദേഹം. ശ്രീത, അതിനു മുമ്പ് നമ്മുടെ വോയിസ് ഓഫ് മണ്ണാർക്കാട് ആദ്യത്തെ രജിസ്റ്റേർഡ് വാട്സപ്പ് കൂട്ടായ്മയാണ്. അവർക്ക് സാറിനെ ഒന്ന് ആദരിക്കണമെന്നുണ്ട്. അപ്പോൾ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രതിനിധികൾക്ക് വേഗം സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ലയൺസ് ക്ലബ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത്രയും സമയം സ്റ്റുഡിയോയിൽ വാർത്ത. അപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിന്. നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെറുപ്പമായിട്ടിരിക്കുന്നത്, എന്താണ് ഇത്ര വലിയ എനർജിയുടെ രഹസ്യം. ആ എനർജിയുടെ രഹസ്യം നോ അതർ എനർജി, നോ ലഹരി.
സളവ വായനശാല പ്രതിനിധികൾ, സളവ വായനശാല. വേഗം വരണേ, നമുക്ക് സമയം കുറവായിരുന്നു. പെട്ടെന്ന് വരണം, നമുക്ക് സമയം കുറവാണ്. ആദരം അങ്ങ് പെട്ടെന്ന് തീർത്താൽ കാര്യപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ലയൺസ് ക്ലബ്ബ് കുമരംപുത്തൂർ. ആദ്യം ലയൺസ് ക്ലബ്ബ് മണ്ണാർക്കാടായിരുന്നു. ലയൺസ് ക്ലബ്ബ് കുമരംപുത്തൂർ. പൊതുപ്രവർത്തകനായ പ്രകാശൻ. അപ്പോൾ ലയൺസ് ക്ലബ്ബ് കുമരംപുത്തൂരിന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ വേദിയിലേക്ക് വരുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാം, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് അവസാനിപ്പിച്ച് നമ്മൾ SKN സാറിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ആ മദ്യവർജന റാലിയെ അവിടുത്തെ വാറ്റ് കേന്ദ്രത്തിലേക്കാണ് പോയത്. ആ വാറ്റ് കേന്ദ്രത്തിലെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ സ്വീകരിക്കുകയും അവരെ അവിടെ മദ്യവർജന മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്നു പോയ ചളവ മൈത്രി വായനശാല. ആദരം അർപ്പിക്കൂ. ഷാൾ ഇടുന്നില്ലേ? അത് പറഞ്ഞു, വന്ന കാര്യം പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു. സന്തോഷം. ഇനി കുമരംപുത്തൂർ ലയൺസ് ക്ലബ്ബ് അവർ SKN സാറിനെ അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ബെന്നീസ് റോയൽ ടൂർസിന്റെ സിംഗപ്പൂർ ട്രിപ്പിനുള്ള കൂപ്പൺ പൂരിപ്പിച്ചിടാനുള്ള അവസാന സമയമാണ്. ഇതിനുശേഷം നമ്മൾ നറുക്കെടുക്കും. ആരും അത് മറക്കരുത്. പ്രിയപ്പെട്ട SKN യാത്രയുടെ ദിനരാത്രങ്ങൾ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ യാത്രയിൽ SKN ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, മണ്ണാർക്കാട്ടെ ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരം തുടങ്ങിയ ഒരു യാത്രയാണ്. 30 ദിവസങ്ങൾ കേരളത്തിലെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്തിട്ടാണ് നമ്മളിത് പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര എന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ ആലോചിച്ചതല്ല ഈ യാത്ര. പക്ഷേ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായി, അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് 600 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ 2 മാസങ്ങൾക്കിടയിൽ 70 കൊലപാതകങ്ങളുണ്ടായി. അതിൽ 30 കൊലപാതകങ്ങളും നടത്തിയത് MDMA എന്ന ലഹരി ഉപയോഗിച്ച ആളുകളാണെന്ന് പോലീസ് കണ്ടെത്തി. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ സാധാരണ AC റൂമിലിരുന്ന് ഞാനും കൃഷ്ണയൊക്കെ വാർത്ത വായിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ ദിവസവും ഇങ്ങനെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം രാവിലെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്നെ എപ്പോഴും രാവിലെ 7 മണിക്ക് നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഈ നട്ടപ്പാതിരായ്ക്ക് ആൾക്കാരെങ്കിലും ആരുടെയെങ്കിലും പള്ളയ്ക്ക് കത്തി കയറ്റി അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള തലയിലെടുത്ത് എനിക്കാണ് വരിക. അപ്പം നമ്മളിങ്ങനെ ഒരു ദിവസം എന്നെ ഞെട്ടിച്ചൊരു കാര്യം, 14 കൊലപാതകങ്ങൾ ഞാനൊരു 2 മണിക്കൂറിനിടയിൽ വായിച്ചു തീർത്തു, 7 മുതലും 9 ഇടയിൽ. അപ്പോൾ 2 മണിക്കൂറിനിടയിലൊക്കെ 14 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനുഷ്യ ജീവിതമായതുകൊണ്ട്, മനുഷ്യപ്പിറവി ആയതുകൊണ്ട് നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. അപ്പോൾ എന്താണ് അത്? കേരളത്തിൽ ചെറിയ കുട്ടികളൊക്കെ കൊലപാതക കേസിൽ പ്രതികളാകുന്നു. അതുപോലെ അമ്മയുടെ നെഞ്ചത്ത് കത്തി കയറ്റുന്നു, അമ്മ ആരാണെന്നറിയാതെ അമ്മയോട് പെരുമാറുന്നു. എന്ന് മാത്രമല്ല, അമ്മയെ ഒരു സ്ത്രീയായിട്ട് കാണുന്ന ചെറിയ ചെറിയ കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം,
ഞാനൊക്കെ കരുതിയിരുന്നത് നമ്മളില്ല കേരളത്തിലെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പോയി ആരാണ് ഈ രാസലഹരി എന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്ന ആളുകൾ ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് അഡിക്റ്റായി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നറിയാൻ വേണ്ടി ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പോയപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. കോലം കെട്ട് ആകൃതി ഷേപ്പൊക്കെ വ്യത്യാസപ്പെട്ട് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വന്ന് ഒട്ടം തെറ്റി നമ്മൾ പറയില്ലേ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള ഒരാളെ പോലെ ആയി മാറുന്ന കുട്ടികൾ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ കണ്ടുള്ളൂ. എന്നാൽ ഈ ആലത്തൂരിലെ, അതായത് ഇന്ത്യയിലെ നല്ല ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന പ്രശസ്തി നേടിയ, ആദരവ് നേടിയ ആ പോലീസ് സ്റ്റേഷനിലെത്തി നമ്മൾ രാവിലെ ഒരു മോർണിംഗ് ഷോ ചെയ്തപ്പോൾ അവിടുത്തെ CI പറയുന്നു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും MDMAക്ക് അടിമയായിട്ടുണ്ട് എന്ന്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി MDMA കഴിക്കുന്നു അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിക്ക് അടിമയാണ് എന്ന് പറയുമ്പോൾ ഇത് വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഈ MDMA കാണുമ്പോൾ നമുക്ക് ഒരു പഞ്ചസാരയുടെ വെളുത്ത തരി പോലെ തോന്നൂ. കാരണം അത് കഴിച്ചാൽ അതിന് മണമൊന്നുമില്ല. സാധാരണ കള്ളു കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ആളിനെ പെട്ടെന്ന് ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ മനസ്സിലാകും കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ഗന്ധമോ ഒരു മണമോ ഇല്ലാത്തൊരു സാധനമാണ് ഇത്. ഇതൊരു 6-7 തവണ കഴിച്ചു കഴിയുമ്പോൾ ഈ ആളിൻ്റെ രൂപം അങ്ങ് മാറുകയാണ്. അയാളുടെ തലച്ചോറ് ഇല്ലാതാകുന്നു. അയാൾ ഒരുപക്ഷെ കോലം കെട്ട് ചീത്തയാകുമെന്ന് മാത്രവുമല്ല, അയാളുടെ തലച്ചോറിലേക്ക് ഈ അക്രമത്തിൻ്റെ മിന്നൽ പിണറ പായുകയാണ്. പിന്നീട് അയാൾക്ക് ആരെ കണ്ടാലും അയാൾക്ക് കത്തി കയറ്റണമെന്ന് തോന്നും, കൊലപ്പെടുത്തണമെന്ന് തോന്നും. മാത്രമല്ല, ഞാൻ എപ്പോഴും താരതമ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നത് ഒരു രാസലഹരി കഴിക്കുന്ന ആൾ ഒരു മനോരോഗിയെ പോലെയാണ്. മാനസിക നിലതെറ്റിയ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുമോ അതേപോലെ നിങ്ങൾക്ക് ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്നൊരു മനോരോഗത്തെക്കുറിച്ച് അറിയാമായിരിക്കും. ആ മനോരോഗം ബാധിച്ച ആളുകൾ കയ്യിൽ കടാര കൊടുത്താൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ കുത്തി കൊന്ന് രക്തദാഹിയായി മാറുന്നൊരു ഭീകര ജന്മമായിട്ട് ഈ ഹോമിസൈഡൽ മാനിയ ബാധിച്ച ആളുകൾ പെരുമാറാറുണ്ട്. ഇവർക്കൊക്കെ സാധാരണ ഈ രോഗാലയങ്ങളിൽ, മനോരോഗാലയങ്ങളിലൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള തടവറകളാണ് കൊടുക്കുന്നത്. അവരെ ഇൻഡിവിജ്വൽ സെല്ലിലാണ് പാർപ്പിക്കുക. കാരണം അവരെപ്പോൾ കത്തി കൈ കിട്ടിയാലും എതിരെ നിൽക്കുന്ന ആളിനെ എടുത്ത് കുത്തിക്കളയും. അങ്ങനെ കുത്താൻ പ്രേരണയുള്ള ഒരു മനോരോഗിയാണ് ശരിക്കും ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. രാസലഹരിക്ക് അഡിക്റ്റായാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വസ്ഥ ബുദ്ധി നേരെ വർക്ക് ചെയ്യത്തില്ല. അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധി പ്രവർത്തിക്കാത്ത ഇതിൽ വരും. അയാളുടെ മനസ്സും തലച്ചോറും തമ്മിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വൈദ്യുത ബന്ധം ആകെ തകരാറിലായി പോകും. അത് മാത്രമല്ല, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണ്. നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU എന്ന് പറയുന്ന യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് തലച്ചോറെന്ന് പറയുന്നത്. ഈ തലച്ചോറിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അഗ്നി പായുന്നത് പോലെ ഇങ്ങനെ സിഗ്നലുകൾ ഓരോ നിമിഷത്തിലും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സിഗ്നലുകളെല്ലാം കീഴ്മേൽ മറിയും ഒരു MDMA രോഗിക്ക്. രാസലഹരി ബാധിച്ച ഒരാളിന് ഒരു സിഗ്നൽ മാത്രമേ തലച്ചോറിന് പോകൂ. എതിരെ നിൽക്കുന്നവൻ നിൻ്റെ ശത്രുവാണ്, കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് നീ അവനെ കുത്തിയേര്, കൊലപ്പെടുത്തിയേര്, ഇങ്ങനെയുള്ള ഒറ്റ സിഗ്നലുകൾ മാത്രം പോകൂ. മാത്രമല്ല, വിദഗ്ധരായ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ രാസലഹരിക്ക് അടിമയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസ് 7 കൊല്ലമേ ഉണ്ടാകൂ. 7 കൊല്ലം, പരമാവധി പോയാൽ 12 കൊല്ലം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന് കവി പറഞ്ഞതുപോലെ 12 കൊല്ലം ജീവിതം കടന്നുപോയി എന്ന് വരാം. നിങ്ങൾക്കറിയാം, ഒരു കുട്ടി ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ MDMA പോലൊരു മാരക ലഹരിക്ക് അടിമയാണെങ്കിൽ ആ കുട്ടി അമ്മയെ കാണുന്നത് തന്നെ വേറെ അർത്ഥത്തിലാണെങ്കിൽ എന്തായിരിക്കും ഫലം? ഈ MDMAയുടെ ഈ പാഷാണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടം എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ സംഭവം മതി. ഒരു പോലീസുകാരനെ കണ്ട് ഭയന്ന ഒരു MDMA വിൽപ്പനക്കാരൻ ആ MDMA കവറോടെ വിഴുങ്ങി. ആമാശയത്തിൽ കിടന്ന കവർ പൊട്ടി, അയാൾ മരിച്ചുപോയി. അപ്പോൾ ആമാശയത്തിലേക്ക് പോകുന്ന കവർ പൊട്ടി ഒരാൾ മരിക്കും, ഒരു മനുഷ്യൻ ഇല്ലാതാകും എന്നുണ്ടെങ്കിൽ എന്താണ് ഈ MDMA എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രമല്ല, പിന്നെയും അതേ സ്ഥലത്ത് അതിനടുത്ത് തന്നെ ഒരാൾ ഇതുപോലെ MDMA എടുത്ത് വിഴുങ്ങി, പക്ഷേ അയാൾ മരിച്ചില്ല. അയാളുടെ ഭാഗ്യം, ആയുസ് ബലം കൊണ്ട് ഭാഗ്യം. നമുക്കറിയേണ്ട ഒരു കാര്യം, ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്ന ആളെ ഒരു 7-8 തവണ അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ അയാളെ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണയിൽ അത്ര എളുപ്പമല്ലത്. ചിലപ്പോൾ കൊല്ലങ്ങളോളം അയാൾക്ക് ചികിത്സ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ജീൻ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ മനോരോഗ നില അല്ലെങ്കിൽ മനോനില തകർന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. ഈ മരുന്ന് കൊടുത്ത് കുറേശ്ശെ കുറച്ച് കൊണ്ടുവന്ന് ഒരു മനോരോഗിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ അഡിക്റ്റായ ഒരു ആളിനെ
സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയുന്നു. ഇനി എന്താണ് ഒരു കുട്ടി നമ്മുടെ വീട്ടിലിങ്ങനെ ഇത് കഴിക്കുന്ന ഒരാളുണ്ടെങ്കിലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മുറിയിൽ ഒരു MDMA പോലൊരു രാസലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഏറ്റവും അപകടകാരികളായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾ തൊട്ടടുത്ത മുറിയിലുണ്ടെങ്കിൽ ഏത് സമയവും ഇവൻ വാതിൽ ചവിട്ടി പൊളിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്ക് വന്ന് കത്തിയെടുത്ത് കുത്തിയെന്ന് വരും. വേണ്ട, തൊട്ടടുത്ത വീട്ടിലൊരാളുണ്ടെങ്കിൽ അവൻ ഈ കൊലപാതകയുടെ കുപ്പായം അണിഞ്ഞ് അവൻ എപ്പോഴും നമ്മുടെ ഗേറ്റ് കടന്ന് കയറി വരാം. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഈ ഒരു രോഗി ഇത്തരം മാരകമായ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലില്ല എന്ന അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോൾ, തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവൻ കടന്നു വരാം. നട്ടപ്പാതിരാ നേരത്ത് കൊലക്കത്തിയും കൊണ്ട് അവൻ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് വരാം. അതുകൊണ്ട് തന്നെയാണ് ഒരമ്മ പറഞ്ഞത്, ഒരു മകൻ വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ രാത്രി നേരം അവൻ മടങ്ങി വരുന്ന കോളിംഗ് ബെല്ലിൽ വിരലമർത്തുന്ന സമയത്ത് അവൻ്റെ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, അവൻ്റെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ അമ്മയുടെ നെഞ്ചിൽ തീ ആളുകയാണ്. കാരണം അവൻ കടന്നു വരുന്നത് ഒരുപക്ഷെ വാതിൽ തുറന്നു വരുമ്പോൾ അവൻ കൺമുന്നിൽ നിൽക്കുന്നത് മകനായിരിക്കില്ല, ഒരു കൊലപാതകയായിരിക്കും. അവൻ അമ്മയുടെ നെഞ്ചിന് നേരെ കൊലക്കത്തി വീശിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ അമ്മമാർക്കാണ് ഏറ്റവും വലിയ പേടി. ഇപ്പോൾ ഭീതിജനകമായൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, കേരളത്തിലെ മിക്ക ജില്ലകളിലൂടെയും ഞങ്ങൾ കടന്നു വന്നു. അപ്പോൾ നമുക്കൊരു സത്യം മനസ്സിലായത്, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഈ ഒരു കാര്യത്തിൽ മുക്തമല്ല. കോവിഡിന് ശേഷം, പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാരകമായ വിപത്ത് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിലൊറ്റ മറുപടിയുള്ളൂ, ഈ മാരകമായ രാസലഹരിയുടെ വ്യാപനം തന്നെയാണ്. നമ്മളൽപ്പം ലേറ്റായിപ്പോയി, നമ്മൾ അറിഞ്ഞില്ല. ഈ കേരളത്തിലേക്ക് ഈ ലഹരി ഒഴുകുകയാണ്. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി നമ്മുടെ മലയാളി സ്നേഹിതന്മാർ തന്നെ അത്യാവശ്യം പണമുണ്ടാക്കുക. ആർത്തിമുത്ത് വട്ടായ കുറേ മലയാളി സുഹൃത്തുക്കൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ആന്ധ്രയിലേക്കും അതേപോലുള്ള സംസ്ഥാനങ്ങളിലേക്കും കർണാടകത്തിലേക്കും ബംഗളൂരു നഗരത്തിലേക്കും ഒക്കെ പോയി ഈ രാസലഹരി പല വഴികളിലൂടെ കേരളത്തിലേക്ക് ഒഴുക്കി വിടുന്നു. ഇവരുടെ ഏറ്റവും വലിയ ആക്രമണ കേന്ദ്രം എവിടെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്കൂൾ പള്ളിക്കൂടങ്ങൾ, സ്കൂൾ വരാന്തകൾ, കലാലയങ്ങൾ, ക്യാമ്പസുകൾ, കോളേജുകൾ. സ്കൂളിൻ്റെ ഇടനാഴിയിലൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടു MDMA വിൽപ്പനക്കാരുടെ സാന്നിധ്യം. നമ്മൾ തൃശ്ശൂർ അടൂർ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ വനിതാ സ്കൂളിൻ്റെ വരാന്തയിലെ ഇടവഴിയിൽ നിറയെ MDMA വിൽപ്പനക്കാരാണെന്ന് പറയുന്നു. എന്ന് മാത്രവുമല്ല, ഇവരുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാസലഹരി കഴിക്കുന്ന ആളുകൾ വൃത്തികെട്ട കമൻറ്റുകൾ പറയും. പെൺകുട്ടികൾ പള്ളിക്കൂടത്തിലേക്ക് കയറി പോകുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത കമൻറ്റുകൾ പറയുന്ന അക്രമകാരികൾ ഉണ്ടാകും. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ വരാന്തയിലും നമ്മളിങ്ങനെ ആളുകളെ കണ്ടു. അവിടെ രാവിലെ 8-9 മണിയാകുമ്പോൾ തന്നെ ആളുകൾ വരികയാണ്. കോളേജിന് തൊട്ട് മുമ്പിലാണിത്. ഒരു മുളങ്കാട്ടിനകത്ത് കയറിയിരുന്ന് ദിവസങ്ങളോളം രാത്രി നേരം വരെ ഇത് കഴിക്കുക. നിങ്ങൾക്കറിയുന്നില്ല, വാട്സപ്പിൻ്റെയൊക്കെ പ്രയോഗം ഏറ്റവും ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ ഇവരാണ്. വാട്സപ്പ് വഴി സന്ദേശങ്ങൾ പോകുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ 2 കിലോ കഞ്ചാവ് പിടിക്കാനെത്തി എക്സൈസും പോലീസ് സംഘവും ഞെട്ടിക്കുന്നൊരു കാര്യം കണ്ടു. കുട്ടികൾക്ക് വലിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കഞ്ചാവ് അവർ കൊണ്ടുവന്നത്. ഈ കഞ്ചാവ് കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാൻ വന്ന വിൽപ്പനക്കാരായി ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ മാറുന്നു. നിങ്ങൾ ആലോചിക്കുക, എത്ര പ്രതീക്ഷയുടെ കോളേജുകളിലേക്ക് കൊണ്ടുവിടുകയും അതേപോലെ ഹോസ്റ്റൽ മുറി അവർക്ക് തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു വീട്ടമ്മ എന്താണ് പ്രതീക്ഷിക്കുക, ഒരു വീട്ടച്ഛൻ എന്താണ് പ്രതീക്ഷിക്കുക? അവനവിടെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി പഠിച്ച് ജീവിതത്തിൻ്റെ ഏണിപ്പടികൾ ഇങ്ങനെ കടന്നുപോയി ജീവിത സായാഹ്നത്തിൽ വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ എത്തുമ്പോൾ അവരെ സഹായിക്കാൻ ഈ മകനോ മകളോ കടന്നു വരുമെന്നുള്ള ചിന്തയിലാണ് അവരിതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അവരുടെ ചിന്ത ഒരു ചരട് പൊട്ടിയ പട്ടം പോലെയായി മാറുന്നു. ഈ കളമശ്ശേരിയും പാളയത്തെ ഹോസ്റ്റലുമൊക്കെ നമ്മളോട് പറയുന്നത്, കുട്ടികളുള്ള സ്ഥലത്തെല്ലാം ഈ നരാധമന്മാർ, ഇത്തരം രാസലഹരി നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കാൻ ഇറങ്ങിയ ആളുകൾ, പാപികൾ, ഇവർ ജനങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഇവിടെ ഈ മണ്ണാർക്കാട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്കൂൾ വരാന്തകളിലൊക്കെ കൂളെന്നൊരു മിഠായി ഉണ്ട്. ഇപ്പോൾ ഈ മിഠായിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ലഹരി മിക്സ് ചെയ്തൊരു മിഠായിയാണ്. കുട്ടികൾ വഴി നടന്നു പോകുമ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ കുട്ടികളെ മാടി വിളിച്ച് ഇത് കൊടുക്കുന്നു. 4-5 തവണ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, അവൻ്റെ ലഹരിയുടെ തീവ്രത കൂടിക്കൂടി വരികയും അവസാനം ഈ കൊടുത്ത ചേട്ടനെ അന്വേഷിച്ച് ഈ കുട്ടികൾ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. എൻ്റെ ഓഫീസ് മുറിയിലേക്ക് തന്നെ ഒരു പെൺകുട്ടി കടന്നു വന്നു. വളരെ മാരകമായ രീതിയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ആ കുട്ടി പീഡനത്തിന് വിധേയമാകുകയും ഒക്കെ ചെയ്തു. അവസാനം ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമെന്നായപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളെ യവന്മാർ ഭീഷണിപ്പെടുത്തും. അതായത്
ഇവരുടെയൊക്കെ ഈ കുട്ടിയുടെ ചിത്രങ്ങളെല്ലാം, നഗ്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തച്ച് തകർത്ത് കളയും കുടുംബത്തെ എന്നാണ് ഭീഷണി. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹ മാധ്യമങ്ങളും വാട്സപ്പും ഒക്കെ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് ഈ മണ്ണാർക്കാട്ടുകാരോട് സംസാരിക്കുന്ന കാര്യം ഒരുപക്ഷെ ഉപഗ്രഹം വഴി ഏതെങ്കിലും താൻസാനിയ പോലെ വിദേശ നാട്ടിലിരുന്ന് ഈ മാഫിയ സംഘത്തിൻ്റെ തലവൻ കാണുന്നുണ്ടാകണം. ഇവൻ്റെ മകളിൽ ബോംബിട്ടാലോ എന്ന് വരെ അവർ ചിലപ്പം ആലോചിക്കുന്നുണ്ടാകും. അത്ര വലിയൊരു മാഫിയ ശൃംഖലയാണ് ഇത് വിതരണം ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ അറിയുന്നത് പോലെ ഈ കേരളത്തിലേക്ക് മാഫിയ ശൃംഖലകൾ വരുന്നത് അപൂർവമാണ്. ഈ ശൃംഖലയിൽപ്പെട്ട മലയാളികൾ അവിടെ പോയി ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇത്രയും അക്രമകാരികളായിരുന്നില്ല. നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ അധ്യാപകൻ്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന നേരിയ ചലനം പോലും ക്ലോസായി നിരീക്ഷിക്കുന്ന ഒരു അധ്യാപകന് അവൻ്റെ വഴിപിഴച്ച പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. നമ്മൾ മാതാപിതാക്കൾ ചെയ്ത ഒരു ഏറ്റവും വലിയ ഒരു നീതികേട് എന്താണെന്ന് ചോദിച്ചാൽ, ഉത്തമനായ ഒരു അധ്യാപകൻ, ഒരു പള്ളിക്കൂടം മാഷ് സ്വന്തം കുട്ടിക്ക് നേരെ വടിയെടുത്താൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനും അയാളെ FIR ഇട്ട് കോടതി കയറ്റാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചു. വേണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോയി അയാളോട് വഴക്ക് പിടിക്കാനും നമ്മൾ തീരുമാനിച്ചു. അധ്യാപകർ ചുരുള് താഴെയിട്ടു. അധ്യാപകർ ശാസന ചെയ്യാതായി, കുട്ടികളെ ശ്രദ്ധിക്കാതെയായി. അതോടൊപ്പം കുട്ടികൾ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നു, കോടതി പറഞ്ഞു നിങ്ങൾ കയ്യിലെടുത്തോളൂ, ചൂറിൽ കയ്യിലെടുത്തോളൂ, കയ്യിലൊരു ചൂറിൽ വേണം അധ്യാപകന് എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഈ ഏതെങ്കിലും കുട്ടിയെ ശാസിച്ചു, അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെവിക്ക് പിടിച്ചു എന്നതിൻ്റെ പേരിൽ അധ്യാപകർക്കെതിരെ പ്രോസിക്യൂഷൻ ഇടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും പരാതി കിട്ടിയാൽ അധ്യാപകർക്കെതിരെ പെട്ടെന്ന് കയറി പോലീസ് കേസെടുക്കരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. വളരെ അന്വേഷിച്ച് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകർക്കെതിരെ കേസെടുക്കാൻ പാടുള്ളൂ. അധ്യാപകർ ഭയന്ന് മാറി നിൽക്കുകയാണ്. വീട്ടിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കോവിഡ് കാലത്ത് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു കുട്ടികൾക്ക്. കുട്ടികൾ ഫോണുമായി മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അന്ന് വാതിലടഞ്ഞതാണ്, പിന്നെ വാതിൽ തുറന്നിട്ടില്ല. 12-14 മണിക്കൂറും ഇൻ്റർനെറ്റിൽ വഴി അവർ ലോകത്ത് സഞ്ചരിക്കുകയാണ്. ആ സമയത്താണ് ഈ കാപാലികന്മാർ ഈ കുട്ടികളെ വേട്ടയാടുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ വീട്ടിലാണ് കുട്ടികളെ ഏറ്റവും നിയന്ത്രിക്കേണ്ടത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന വീട്ടമ്മ ചെയ്യേണ്ടത്. അമ്മയ്ക്കാണ് ഒരു കുട്ടിയിലുണ്ടാകുന്ന ചലനവും മാറ്റവും പെട്ടെന്ന് മനസ്സിലാകുക. അവൻ്റെ സ്കൂൾ ബാഗ് തുറന്ന് നോക്കണം. പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോകണം. കാര്യം അപകടത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാസുര കാലത്ത് ജീവിക്കുന്ന മലയാളി ജനസമൂഹം പള്ളിക്കൂടങ്ങളിലേക്ക് നീങ്ങണം. പള്ളിക്കൂടത്തിൽ പോയി അധ്യാപകരോട് ചോദിക്കണം, എൻ്റെ കുട്ടി എന്താണ് ചെയ്യുന്നത്. സ്കൂളിൽ ഏതെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ 40-60 കുട്ടികളുണ്ടെങ്കിൽ 3 പേരടങ്ങുന്നൊരു സമിതി ഉണ്ടാക്കണം. ക്ലാസ് ടീച്ചർ, ക്ലാസ്സിലെ മോണിറ്റർ, അതുകൂടാതെ PTA ഒരു ഭാരവാഹി. എന്നിട്ട് കുട്ടികളെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ യുവജന സംഘടനകൾ രക്ഷാസമിതികൾ ഉണ്ടാക്കി ഇടനാഴികളിലും ഇടവഴികളിലും ഒക്കെ അവർ സഞ്ചരിക്കണം. അപരിചിതരായ ആളുകൾ സ്കൂൾ വരാന്തകളിൽ റോന്തു ചുറ്റുന്നു എന്നറിയാൻ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഇത് മലയാളി സമൂഹത്തെ ഗ്രസിക്കുന്ന ഈ കാലത്തെ ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ പറയും. കാരണം ഇനി ഇതിൽ കൂടുതൽ ഒരു തലമുറ കൈവിട്ടു പോയാൽ, കുരുന്നുകൾ കുരുതി കഴിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ കോവിഡ് വന്നപ്പോൾ കോവിഡിനെ നമ്മൾ സധൈര്യം നേരിട്ടു. പ്രളയം വന്നപ്പോൾ നമ്മൾ പരസ്പരം കൈത്താങ്ങായി. വെള്ളം നമ്മുടെ മേളെ കൂടെ പതിച്ചപ്പോഴും പെരിയാറ് കൂലം കുത്തി ഒഴുകുമ്പോഴും നിള പരന്നൊഴുകുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ അയൽവാസിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. നമ്മൾ അന്ന് കൊട്ടിയടച്ചില്ലേ കോവിഡ് കാലത്ത്? അയലത്ത് താമസിക്കുന്നവൻ ആരാണെന്ന് പോലും അറിയാൻ താല്പര്യമില്ലാത്തൊരു മലയാളി ഒരു ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയ ഒരു മണ്ണാർക്കാട്ടെ ഒരു ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയ ഒരു മനോഭാവത്തിൽ അയൽവാസിക്ക് നേരെ വാതിൽ കൊട്ടിയടച്ച എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ആ വാതിൽ ചവിട്ടി തുറക്കാൻ സമയമായി. അയലത്ത് ഒരു MDMക്കാരൻ താമസമുണ്ട് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അയൽവാസികളോട് നിങ്ങൾക്ക് ബന്ധം വേണം. അതല്ലെങ്കിൽ ചിലപ്പോൾ നട്ടപ്പാതിരാ നേരം കുറ്റാക്കൂറ്റുരുട്ടിൽ ഭിന്നുന്ന കൊലക്കത്തിയുമായി ചിലപ്പോൾ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത് തൊട്ടയലത്ത് താമസിക്കുന്ന ഒരാളായിരിക്കും. അപകടം പിടിച്ച സ്ഥിതിയാണ്. നമ്മൾ വളരെ ലേറ്റായി പോയി, തിരിച്ചറിയാൻ താമസിച്ചു. ഈ കൊലപാതകങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ടും ജില്ലകൾ കടന്നപ്പോൾ ഇത്രയും അപകടകരമായൊരു ജീവിത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് മനസ്സിലായത് കൊണ്ടുമാണ് നമ്മൾ ഈ 14 ജില്ലകളും കടന്നു പോകുന്നൊരു യാത്ര തീരുമാനിച്ചത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ കുട്ടികളെ സാമൂഹ്യ പ്രക്രിയയിലേക്ക് മാറ്റുന്നത് വീട്ടിലാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ഗൃഹനാഥയുമാണ് ഒരു കുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ആ റോൾ മോഡലിന് കുട്ടിയോടൊന്നും ചോദിക്കാൻ കഴിയില്ല. കാരണം കയ്യിൽ കത്തിയുണ്ടെങ്കിൽ അവരുടെ കുത്തിക്കളയും. അപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും നിങ്ങൾ അറിയേണ്ടത് 600 FIR ഇട്ടപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. അതേസമയം 15-17% വരെ ഇതിൽ പെൺകുട്ടികളാണ് എന്ന് മറ്റൊരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് കേട്ടുകേഴ്വിയുണ്ടോ? മണ്ണാർക്കാട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി രാസലഹരിയിൽ മൂക്കൂത്തി വീഴുന്നൊരു സാഹചര്യം ഇന്നതുണ്ട്. പെൺകുട്ടികളോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ്. കുട്ടി സൂയിസൈഡ് ചെയ്താലോ,
അല്ലെങ്കിൽ 7ാം നിലയിൽ എടുത്ത് ചാടിയാലോ ഇങ്ങനെയൊക്കെ ഭയക്കുകയാണ്. ശരിയാണ്, വളരെ സെൻസിറ്റീവായ ഒരു തലമുറയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അവരോട് നമ്മൾ കർക്കശമായി കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ചിലപ്പം അത്യാഗ്രഹത്തിലേക്ക് വഴിതിരിഞ്ഞെന്ന് വരാം. വളരെ ശ്രദ്ധാപൂർവം, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഒന്നൊന്നര കുട്ടികൾ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിത സമ്പാദ്യം തന്നെ ഈ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈവെള്ളയിൽ ഈ കുഞ്ഞുങ്ങളെ ലാളിച്ച് പുന്നാരിച്ച് നമ്മൾ ചീത്തയാക്കി കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു കാലത്തിലുണ്ടായ പ്രശ്നമാണ്. ഒരു അണുകുടുംബ സംവിധാനത്തിൽ ഇതൊക്കെ ഒരു സാധാരണമായി സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും വലിയൊരു അപകടത്തിൻ്റെ മുനമ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇനി നമുക്കൊന്നേ പറയാനുള്ളൂ, ഇതിന് നമുക്ക് ജാതിയും മതവുമില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇന്നിപ്പോൾ പോലീസ് സംവിധാനം ഏറ്റവും ശക്തമായി, എക്സൈസ് സംവിധാനം ഏറ്റവും ശക്തമായി ഈ റെയ്ഡുകൾ നടത്തുന്നു. വളരെ ആശ്വാസകരമായ കാര്യമാണ്. പല ഉറവിടങ്ങളും അന്വേഷിച്ച് അവർ പോകുന്നു. പോലീസിന് നമ്മൾ പിന്തുണ കൊടുക്കണം. പോലീസ് ആരെയെങ്കിലും ചെറുതായി ഒന്ന് നുള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ഇനി കേസിന് പോകാൻ അടുത്ത 3 മാസത്തേക്ക് ശ്രമിക്കരുത്. നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ശക്തി ദുർബലപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായി അത് മാറും. ഈ പരിപാടി തുടങ്ങുന്ന ദിവസം ഞാനും സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ടൊരു പിണറായി വിജയനുമായി ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു, കുറച്ച് ലേറ്റായി പോയി, എന്നാലും കർക്കശമായ തീരുമാനങ്ങൾ അങ്ങ് എടുക്കണം. കോവിഡ് കാലം അങ്ങ് എങ്ങനെ നേരിട്ടോ അതേപോലെ തന്നെ അങ്ങ് തീർച്ചയായിട്ടും കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും അങ്ങ് വിളിച്ചു പറയേണ്ട ഒരു കാര്യം, രാഷ്ട്രീയമായ ഇടപെടൽ പോലീസിൽ ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ഞാനന്ന് ആവശ്യപ്പെട്ടു. ആ തത്സമയ പരിപാടി നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, കർക്കശമായ തീരുമാനങ്ങൾ ഉണ്ടാകും, അസാധാരണമായ സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അസാധാരണമായ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ യാത്രക്കിടയിൽ ഞങ്ങളൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുക്കുന്നു. യാത്ര കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ ഒരു റിപ്പോർട്ട്, സംശുദ്ധിയോടെ സത്യങ്ങൾ മാത്രമുള്ള റിപ്പോർട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. കാരണം ഈ കേരളത്തിൽ രാസലഹരി വിൽക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല. ആ ഒരൊറ്റ ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ചോര കിനിയുന്ന സത്യസന്ധതയുടെ പേരിൽ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കും. ആ റിപ്പോർട്ടിന് 2 ഭാഗങ്ങളുണ്ടാകും. അതിൽ ഒരു ഭാഗം എല്ലാ ജനങ്ങൾക്കുമായി ഞങ്ങൾ തുറന്നു കൊടുക്കുന്നത്, 2ാം ഭാഗം കോൺഫിഡൻഷ്യലായിരിക്കും. അതായത് MDMA പോലെ, കൊക്കൈൻ പോലെ, ബ്രൗൺ ഷുഗർ പോലെ, ഹൈബ്രിഡ് കഞ്ചാവ് പോലെ കേരളത്തിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നവൻ ആരൊക്കെ, അവൻ്റെ പേര് വിവരങ്ങൾ, പറ്റുമെങ്കിൽ അവൻ്റെ കളർ ചിത്രങ്ങൾ, അവൻ്റെ ഉറവിടങ്ങൾ, അവൻ്റെ ബന്ധങ്ങൾ, അവൻ്റെ രാജ്യാന്തര സൗഹൃദങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തുന്ന ഏറ്റവും അപകടകാരിയായ ഒരു 2ാം ഭാഗം കൂടി ഇതിനുണ്ടാകും. അത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ സമർപ്പിക്കൂ. കാരണം കർക്കശമായ തീരുമാനങ്ങളെടുത്ത് ഇവൻ്റെയൊക്കെ ഉറവിടങ്ങൾ ബോംബിട്ട് തകർക്കാൻ പറ്റുന്ന പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. നിങ്ങൾക്കറിയാം, നമ്മുടെ കരുത്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്താൽ അവർ ഈ ഉറവിടങ്ങൾ തേടി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഉറവിടങ്ങൾ തച്ച് തകർക്കാൻ നമ്മുടെ പോലീസിന് കഴിയും. അതിനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ കർക്കശമായി പാലിക്കാനും അവർക്ക് സമ്മർദ്ദം കൊടുക്കുവാനും നമ്മുടെ ജനസമൂഹം ഉണരണം, മലയാളികൾ ഉണരണം. ഇതിലും വലിയ ഒരു അപകടം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കാനില്ല. കാരണം നമ്മുടെ പുതിയ തലമുറ, 12K കിഡ്സ് എന്നൊക്കെ പറയുന്ന പുതിയ കുട്ടികൾ മുഴുവനും, കുരുന്നുകൾ മുഴുവനും ഇതേപോലെയുള്ള രാസലഹരിയിൽ അടിപ്പെട്ടു പോയാൽ ആരാണിനി ഈ നാടിൻ്റെ ഗതി നിയന്ത്രിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മയക്കുമരുന്നിന് കുഞ്ഞ് വിധേയമായി പോയാൽ നമ്മൾ എന്താണ് ജീവിതത്തിൽ പിന്നെ സമ്പാദിക്കുക? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം? എല്ലാം മാറിമറിയും. നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെ വരും, എല്ലാം അർത്ഥശൂന്യമാകും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കോഴിക്കോട് ഈ മാസം 20-ാം തീയതി ഒരു മഹാസമ്മേളനം നടക്കും. നമ്മുടെ യാത്ര കാസർഗോഡ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ കോഴിക്കോടെത്തും. കാപ്പാട് പോലെയുള്ള ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ മണ്ണിൽ കടലിൻ്റെ ആരവം ഉയരുമ്പോൾ ഇരമ്പിയാർക്കുന്ന കടലിൻ്റെ ആവേഗത്തിൽ, ശക്തിയിൽ നമ്മളൊരു കാര്യം വിളിച്ചു പറയും: അവസാനത്തെ MDMA വിൽപ്പനക്കാരനും കേരളം വിട്ടു പോകണം. ഇനി ഒരു കുഞ്ഞു പോലും രാസലഹരിയിൽ അടിപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ 1 ലക്ഷം ആളുകളെ സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഒരു കാര്യം ഒറ്റ ശ്വാസത്തിൽ പറയും: ഇനി ഒരു വിൽപ്പനക്കാരനും, രാസലഹരി വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരനും കേരളത്തിൽ സ്ഥാനമില്ല. അവസാനത്തെ MDMA-കാരനെ നമ്മൾ ആട്ടിപ്പായിക്ക് വിടുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ സംഘടിതമായ ശക്തി കൊണ്ട്, ഏത് അന്തർദേശീയ നെറ്റ്വർക്കായാലും ആ ശക്തി കൊണ്ട് നമ്മൾ വിളിച്ചു പറയും. നിങ്ങളെല്ലാവരും കോഴിക്കോടേക്ക് വരും 20-ാം തീയതി വൈകുന്നേരം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, നിങ്ങൾ വരണം. ഇതൊരു സമൂഹം അപകടത്തിലായ സംഭവമാണ്. നിങ്ങളെല്ലാവരെയും കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് അവിടെ കാണാം. ആ ദിവസം നമ്മൾ പറയും അവസാനത്തെ MDMA-കാരനും ഇല്ലാതായി എന്ന്. ഗുഡ് ബൈ. തീർച്ചയായും നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി
അദ്ദേഹത്തിന് എന്തോ കാര്യം പറയാനുണ്ടെന്ന് കുറേ നേരമായി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കടപ്പുറയിലാണ് കിടക്കുന്നത്. മദ്രാസിൽ നിന്ന് തുടങ്ങി കിടത്താം. കടകൾ, സ്ഥാപനങ്ങൾ, ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് പണി. ഡിസ്ട്രിബ്യൂഷനാണ് പണി. ഞാൻ ഇന്നത്തെ വരെ ചായയോ കാപ്പിയോ സർവത്തോ പോലി മദ്യമോ തൊട്ടിട്ടില്ല. ഒരു അസുഖവുമില്ല. പഴയ ജയൻ്റെ ആരാധകനുമാണ് ഞാൻ. ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ കുട്ടികളാണ്. മണ്ണാർക്കാട് എന്ന് പറയുന്നത് അവരാണ് ഈ സ്കൂളിനെ ഏറ്റെടുത്തിട്ടുള്ളവർ. ഇവിടെ വന്ന പുരുഷോത്തമൻ സാറും മൂവിൻ്റെ ചെയർമാനായ കമാപ്പ സാറും ഒക്കെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ കരുത്ത് അല്ലെങ്കിൽ തുടങ്ങിയത്. 30 വർഷമായ ഈ കുട്ടികൾ നമ്മളോട് പറയുന്നത് അവർക്ക് ശാരീരികവും മാനസികമോ ആയ പ്രയാസങ്ങൾ ഉണ്ടായത് പ്രകൃതിയെ ആരെല്ലാമോ നശിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ പറയുന്നു, ഇനിയൊരു ജനറേഷൻ അല്ലെങ്കിൽ ഇനിയൊരു തലമുറയ്ക്ക് ഈ മാരകമായ MDMA ഉപയോഗിക്കരുത് എന്ന് അവർ നമുക്ക് തരുന്ന ഒരു ഉപദേശമായിട്ടാണ് ഞങ്ങൾ ഇതവിടെ അവതരിപ്പിച്ചത്. താങ്ക് യു സാർ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇവിടുത്തെ സംഘാടകർക്കും. ഇവർക്ക് നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുകയാണ്. ലഹരിക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മോടൊപ്പം അണിചേർന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ തന്നെയാണ്. തീർച്ചയായും താങ്ക് യു സോ മച്ച്. ഇനി SKN വരുന്നതിന് മുൻപ്, സാർ വരുന്നതിന് മുൻപ് 2 മനോഹരമായ പാട്ടുകൾ ഇവിടെ പാടിയിരുന്നു. ആ പാട്ട് പാടിയ ആ 2 കുട്ടികൾക്ക് ഈ മോളടക്കം യാസിനുണ്ട്, ടോപ്പ് സിംഗറിലെ യാസിനുണ്ട്. അതുപോലെ തന്നെ ഷെഫീഖ് ഇവരുടെ സ്കൂളിൽ തന്നെ വിദ്യാർത്ഥിയാണ്. ഷെഫീഖ് ഉണ്ട്. പിന്നെ മറ്റൊരു മോളുടെ പേരെന്തായിരുന്നു? MD സബ്ന സെബിൻ താജ്. MD സെബിൻ താജ്, ഷെഫീഖ്. യാസീൻ എവിടെ? യാസീൻ നമ്മുടെ ഹിന്ദി പാട്ട് പാടിയ. ഇതാണ് MD സെബിൻ താജ്. പാടി യാലി. ഒരാളെ കൂടി ആ സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരുമിച്ച് പാട്ട് പാടിയ ഒരു ചേട്ടൻ സാറ് ഞെട്ടിച്ചു കളഞ്ഞു. ബഷീർ ബാഷ് മണ്ണാർക്കാട്ടുകാരനാണ്. സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും ഒരുമിച്ച് ആ പാട്ട് പാടിയ. ഓക്കെ, ചേട്ടൻ പുരുഷല്ലേ? സ്ത്രീ ശബ്ദത്തിൽ രണ്ടുപേരും. ഹലോ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യ ഇല്ലിക്കണ്ണാടി മുടി ഉലയണ കുളിരല പോലെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൈമാറുകയാണ്. താങ്ക് യു. വെൽ ഡൺ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടല്ലോ ശ്രീത്തെ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ആലത്തൂരിലെ ഒരു മോഷ്ടാവ് മാല വിഴുങ്ങിയായിരുന്നു. വയറിളക്കിയിട്ടും പുറത്തു വന്നില്ലത്. ഇന്ന് വൈകുന്നേരത്തോടെ അത് പുറത്തു വന്നു. അതെ, വൈകുന്നേരത്തോട് പുറത്തു വന്നു. ആലത്തൂർ മേലാർകോട് വേലയ്ക്ക് ഇടയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആ സംഭവം നടന്ന് പോലീസ് ഇവരെ പിടിച്ച് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ മാല അപ്പോഴേക്കും ഉള്ളിലേക്ക് വിഴുങ്ങിയിരുന്നു. 2 ദിവസം ചെറുപഴമൊക്കെ കൊടുത്തു നോക്കി, എനിമ കൊടുത്തു നോക്കി, പോരുന്നില്ല. ആശുപത്രിയിലായിരുന്നു. ഇന്ന് ഏറ്റവും അവസാനം മാല കിട്ടി എന്നൊരു വിവരം ഏറ്റവും ഒടുവിൽ ലഭിച്ചു. അപ്പോൾ വാർത്ത നിങ്ങളെ അറിയിച്ചതാണ്. വാർത്ത അറിയിക്കൽ കൂടിയാണല്ലോ മാധ്യമപ്രവർത്തകരുടെ ചുമതല. അത് നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ ഒരാൾ കൂടിയുണ്ട്, മുസ്തഫ. സ്ഥലക്കച്ചവടക്കാരനാണ്, റിയൽ എസ്റ്റേറ്റുകാരനാണ്. പക്ഷെ ഒരു കലാ ഹൃദയമുള്ളിലുള്ള മുസ്തഫ. അപ്പൊ നമ്മുടെ ഈ മോളുടെ ഒരു പാട്ടോടെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് ലഹരിക്കെതിരെയുള്ളൊരു പാട്ടാണ്. നമ്മൾ ജനഗണന പാടി ആലപിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പെരിന്തൽമണ്ണയിലേക്ക്
നമ്മൾ കടന്നു പോകും. നാളെ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ പര്യടനം. വഴിപിഴക്കും കാലമാണ്, വഴിയരികിൽ ലഹരിയാണ് പൊന്നുമക്കളെ, എൻ കുഞ്ഞുമക്കളെ. കഥ ഗൗരവമാണേ രക്ഷിതാക്കളെ, ഗുരുവചനം കേട്ടിടാതെ ഗുരുതരമാം പാത തേടി യാത്ര ചെയ്തവർ, അതിനടിമയായവർ അതിതീവ്രമാണതേ രക്ഷിതാക്കളെ. നാം കേട്ടിടുന്ന വാർത്തയിൽ നെട്ടിയുണർന്നില്ലേ ആ ലഹരി മൂത്ത പൊന്നുമക്കൾ ചെയ്ത ക്രൂരത, എവിടെ എത്തിതാ എന്നോർത്തിരുന്നു ഞാൻ. സത്യമാകുമോ അത് സ്വപ്നമാകുമോ? വഴിപിഴക്കും കാലമാണ്, വഴിയരികിൽ ലഹരിയാണ് പൊന്നുമക്കളെ, എൻ കുഞ്ഞുമക്കളെ. കഥ ഗൗരവമാണേ രക്ഷിതാക്കളെ, ഇവിടെയല്ലേ നാം ഉണർന്നിടേണ്ടതും ഈ മാരകവഴിയെ തടയിടേണ്ടതും. ഇവിടെയല്ലേ നാം ഉണർന്നിടേണ്ടതും ഈ മാരകവഴിയെ തടയിടേണ്ടതും. ഒരുങ്ങിടണം, ഒന്നായി ഉണർന്നിടണം ഈ അപകടമാം ലഹരി എന്ന വിഷവിപത്തിനെ. തടഞ്ഞിടേണം നാം എന്നും അകറ്റിടേണം നാം, തടഞ്ഞിടേണം നാം എന്നും അകറ്റിടേണം നാം. അകലെയാണെന്നോർത്ത് നമ്മൾ ആശ്വസിച്ചുവോ, അരകിലെത്തി എന്നതും നാം ഓർത്തതില്ലയോ? അകലെയാണെന്നോർത്ത് നമ്മൾ ആശ്വസിച്ചുവോ, അരകിലെത്തി എന്നതും നാം ഓർത്തതില്ലയോ? എവിടെയോ എന്തിനോ ആരെയോ എന്നുള്ള ആ ചിന്തയിലായി നാം കഴിഞ്ഞിടാം. നോക്കിടേണ്ട കാത്തിടേണം നാം, കൈകോർത്തിടേണം നാം ഈ നല്ല നാളിലായി പൊരുതിടേണം നാം. നല്ല കൈയടി, നല്ല കൈയ്യടി കൊടുക്കാം, ഗംഭീരമായ കൈയ്യടി കൊടുക്കാം. ഇനി നമ്മള് ഒരു അവസരം ഇടയ്ക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ യാത്രക്കിടയിൽ നമ്മളെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. VPS ലേക്ക് ഷോർ പോലെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്. നമ്മൾ 40 സർക്കാർ സ്കൂളിൽ 14 ജില്ലകളിലെ സ്കൂളുകളിൽ നമ്മൾ 40 കമ്പ്യൂട്ടർ ലാബ് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ സഹായത്തോടെ കൊടുക്കുന്നുണ്ട്. അതോടെ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് കുറേ പരാതികളും അർജികളും ഒക്കെ കിട്ടിയിരുന്നു. അതൊക്കെ പരിശോധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർക്ക് അത് നമ്മൾ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ചില സഹായ പദ്ധതികളാണ്. അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒക്കെ ചെക്കായിട്ടും അല്ലാതെ ഒക്കെ രീതിയിൽ ചെല്ലും. രണ്ടാം ഘട്ടത്തിലും കുറേ വീടുകൾക്കൊക്കെ വേണ്ടിയുള്ള ഡിമാൻഡുകളൊക്കെ വരുന്നുണ്ട്. അതും പരമാവധി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയൊരു നറുക്കെടുപ്പാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൃഷ്ണ പറയും. കൂളായിട്ട് മണ്ണാർക്കാട്ടുകാർക്കൊന്ന് സിംഗപ്പൂരിൽ എത്താൻ പറ്റൂ എന്നുള്ളൊരു നറുക്കെടുപ്പാണ്. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നറിയാനുള്ള സമയമാണ്. നിങ്ങളെ ഈ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന ബെന്നീസ് റോയൽ ടൂർസ് ആണ്. ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിലെ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പോലെ ആരും കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് ശ്രീ ബെന്നി പാനികുളങ്ങര. അദ്ദേഹമാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. നമ്മുടെ അശ്വിക എന്ന് പറയുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മോളാണ് നറുക്കെടുക്കുന്നത്. 2 ദിവസങ്ങളായി നടന്ന പര്യടനത്തിൽ കിട്ടിയ തുണ്ടെല്ലാം കൂടെ നമ്മൾ ഇടുന്ന ഈ തുണ്ടെടുത്ത് കഴിയുമ്പോൾ ഒരാൾക്ക് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് സിംഗപ്പൂരിൽ പറക്കാം. അപ്പൊ അശ്വിക മൊത്തം ഒന്ന് കറക്കിയിട്ട് ഒരൊറ്റ വരണം. ഭാഗ്യവാൻ അതിന്റെ അടി കിടക്കുക. ഭാഗ്യവാനോ ഭാഗ്യവതിയോ കണ്ണടച്ചെടുത്തോ അത് കൂടുതലുണ്ടോ? പ്രഖ്യാപനം SK തന്നെ നടത്തും. മുഹമ്മദ് അലി എന്നാണ് പേര്. എവിടെങ്ങാണോ ഉണ്ടെങ്കിൽ മുഹമ്മദ് അലി നമ്പർ ഒന്ന് വായിച്ചോളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മുഹമ്മദ് അലിയുടെ നമ്പർ നമ്മൾ വായിക്കുന്നില്ല. ഈ ഫോൺ നമ്പറൊക്കെ വായിച്ചോളുള്ള അവസ്ഥ അറിയാമല്ലോ. പിന്നെ വീട്ടിൽ കിടന്ന് തുറക്കാൻ നമുക്കൊന്ന് വിളിച്ച് നോക്കിയാൽ. അപ്പോൾ കൃഷ്ണ ഈ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. നമ്പർ ഡയൽ ചെയ്തോളൂ. താങ്ക് യു. ആ ശബ്ദം ഒന്ന്. ഹലോ, നമസ്കാരം. മുഹമ്മദ് അലിയാണോ? ഹലോ, മുഹമ്മദ് അലിയാണോ? ഞാനൊരു പാവം ശ്രീകണ്ഠനേരാണേ.
ഒരു ചീത്ത വിളിക്കരുത്. ഇത് സ്പീക്കർ ഫോണിൽ ഇട്ടിരിക്കുക. ഞാനൊരു ശ്രീകണ്ഠൻ നായരാണ്, നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സാധനം പൂരിപ്പിച്ച് നമുക്ക് തന്നിരുന്നില്ലേ? നിങ്ങൾ സിംഗപ്പൂരിലേക്ക് യാത്രയാക്കാൻ തീരുമാനിച്ചു. കൺഗ്രാജുലേഷൻ. ചിരിക്കുന്നോ? ഹലോ, എൻ്റെ മുഹമ്മദ് അലി എവിടെയാ? വീടെവിടെയാ? ഏത്? മുഹമ്മദ് അലി. ഞാൻ 24-ലെ ശ്രീകണ്ഠൻ നായരാ. രാവിലെ കിടന്ന് ഇങ്ങനെ 7 മണിക്ക് പറയില്ലേ, വാർത്ത പറയത്തില്ലയോ? ഇയാൾ വാർത്ത പറയുന്നത് ഞാനെന്താ ഇവിടെ ചോദിച്ചോളത്. ഓക്കെ, മുഹമ്മദ് അലി ഒരു കൂപ്പൺ പൂരിപ്പിച്ചില്ലേ? ആ കൂപ്പൺ അടിച്ചു. താങ്കൾ സിംഗപ്പൂരിൽ പോകാൻ തയ്യാറായിക്കോളൂ. പാസ്പോർട്ട് കയ്യിലുണ്ടോ? അതെടുക്കാം. എക്സ്പയർ ആയെന്ന് വിചാരിക്കണ്ട, അതെടുക്കാം നമുക്ക് കേട്ടോ. അതെടുത്തിട്ട് താങ്കൾ 26-ാം തീയതി സിംഗപ്പൂരിന് പോകാൻ തയ്യാറായിക്കോളൂ. വീടെവിടെയാ? മണ്ണാർക്കാട്ടുകാരനെ അടിച്ചിട്ടുണ്ട്. മണ്ണാർക്കാടാണോ? എൻ്റെ എന്നിട്ടാണോ ഇക്കടുത്ത് ഡയലോഗ് അടിക്കുന്നത്? ഓക്കെ. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ് മുഹമ്മദ് അലി. തങ്ങളെ കാത്തിരിക്കുന്നത് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. റെഡി? താങ്കളുടെ എല്ലാ ചെലവുകളും ബെന്നി പാരിക്കുളങ്ങര എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അല്ലേ, മഹാമനസ്കൻ നോക്കിക്കോളും. നീ ഒന്നും നോക്കാനില്ല, നേരെ ചലോ സിംഗപ്പൂർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടിച്ചു മോനെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് അലിക്കാണ്. അപ്പോൾ മോളെ അശ്വിക, താങ്ക് യു സോ മച്ച്. നമുക്ക് ദേശീയഗാനം പാടി അവസാനിപ്പിച്ചാൽ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മളിനി പറ്റുന്ന ആൾക്കാരെല്ലാം കോഴിക്കോട് വരണം കേട്ടോ. നമ്മളെ ഒറ്റ ശബ്ദത്തിൽ നമുക്ക് പറയണം. കോഴിക്കോടൊക്കെ നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ സംഘടിത ബലം കാണുമ്പോൾ മാഫിയ സംഘങ്ങൾ ഞെട്ടിപ്പോകണം. മലയാളി സമൂഹത്തിന് ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയമോ സമുദായമോ ജാതിയോ ഒന്നുമില്ല. ഒന്നിച്ചൊന്നായിട്ട് നമ്മൾ പറയും. 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത്. അപ്പോൾ ഇനി ജനഗണമന ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. താങ്ക് യു. എല്ലാവർക്കും നന്ദി.